എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു ലഞ്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് മുരിങ്ങയില കിട്ടിയിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് ഒരു മുരിങ്ങയില കറി, ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ പയറുണ്ട്, കോവയ്ക്കുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും കൊണ്ട് നമുക്കൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. പിന്നെ ഈ രണ്ട് കൂട്ടം മാത്രമേ ഉള്ളൂ. അപ്പോൾ മുരിങ്ങയില അങ്ങനെ അധികം ഇവിടെ കിട്ടാറില്ല. കിട്ടുമ്പോഴൊക്കെ ഞാൻ വാങ്ങിച്ച് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് മുരിങ്ങയില കറി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുരിങ്ങയില എല്ലാം നല്ല കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നാട്ടിൽ കിട്ടുന്ന പോലുള്ള നല്ല മുരിങ്ങയിലയൊന്നുമല്ല, ഫ്രഷ് മുരിങ്ങയിലയൊന്നും അല്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും വലിയ കുഴപ്പമില്ല. ആ ഒരു രീതിയിൽ നമുക്ക് അരപ്പുണ്ടാക്കാം. അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ ചിരകിയതും, പിന്നെ 2 ചെറിയ ഉള്ളിയും, ഒരിത്തിരി ജീരകവും, പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും, എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. എന്നിട്ട് ചട്ടി ചൂടാക്കി കടുകും മുളകും കറിവേപ്പിലയും കൂടെ വറുത്തിടുക. പിന്നത്തെ ഞാൻ കടുക് മാത്രമേ എൻ്റെ ഇതിനകത്ത് ക്ലിപ്പിലുള്ളൂ. അതിലിടയ്ക്കലത്തെ ഒരു ക്ലിപ്പ് മിസ്സായി പോയിട്ടുണ്ട്. അപ്പം ഞാൻ കടുകും മുളകും കറിവേപ്പിലയും കൂടാണ് കടു വറുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് നമ്മുടെ മുരിങ്ങയിലയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. ഞാൻ പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് വേവിക്കുന്നുണ്ട്. കാരണം എനിക്കതൊരു വഴറ്റിയിട്ട് അതിന് ഒരു മയം വന്ന പോലെ എനിക്ക് തോന്നിയില്ല. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അത് വഴറ്റുമ്പം തന്നെ നന്നായിട്ട് വെന്തു പോവും. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ചട്ടി ചൂടാക്കിയിട്ട്, ഇത് കോവയ്ക്ക മെഴുക്ക് പുരട്ടി, ചട്ടി ചൂടാക്കിയിട്ട് കോവയ്ക്ക ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിനകത്ത് ഞാൻ പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവിന് വേണ്ടിയിട്ടുള്ള മെഴുക്ക് പുരട്ടിക്ക്. അപ്പോൾ അത് ചേർത്ത് കോവയ്ക്ക മെഴുക്ക് പുരട്ടി എടുത്താൽ മതി. ഞാൻ വേറെ വീഡിയോയിലേക്ക് അത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ നമ്മുടെ മുരിങ്ങയില കറിക്ക് ആ അരപ്പ് ഇതിനകത്തേക്ക് ഇല വെന്ത് കഴിയുമ്പോഴത്തേന് ആ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ച് ആ അരപ്പൊന്ന് വേകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രം ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മുരിങ്ങയില കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ കോവയ്ക്ക മെഴുക്ക് പുരട്ടിക്കകത്ത് നമുക്ക് പച്ചമുളക് ചേർത്തിട്ടുണ്ട് എരിവിന്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പം നമ്മുടെ കോവയ്ക്ക മെഴുക്ക് പുരട്ടിയും റെഡിയായി, നമ്മുടെ മുരിങ്ങയില കറി ഇവിടെ റെഡിയായി. ഇതൊരു സിമ്പിൾ ആൻഡ് ഈസി ലഞ്ചാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ താങ്ക് യു സോ മച്ച്.